ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്. ഒരു 3 മാസം മുന്നേ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത ചെറിയ ചെറിയ ക്ലിപ്സൊക്കെയാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അന്നെടുത്ത് വെച്ച ചെറിയ ചെറിയ ക്ലിപ്സൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് വിശേഷമൊന്നുമില്ല. ഞാനൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാണ്. അന്നത്തെ ദിവസം നമുക്ക് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ്. പിന്നെ രാവിലെ ആയിരുന്നു ലാൻഡിങ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോയത്. മക്കൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട വന്നു. അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അമ്മായിസ് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലഞ്ച് വ്ളോഗും കൂടി ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊരു വെഡ്ഡിങ്ങിനായിരുന്നു പോയിട്ടുണ്ടായേ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരുന്നു വെഡ്ഡിങ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. ഫസ്റ്റ് ഞാൻ പോയത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ ബ്രദറിലോൻ്റെ വൈഫാണ്. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട് കണ്ടിട്ടില്ല. അപ്പോൾ അമ്മായി അന്നത്തെ ദിവസം ഡിന്നറൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരാണ്. അപ്പോൾ 4 പേരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരാളെ കല്ലുമ്മക്കായി ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അമ്മായി കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറി, അതുപോലെ ചിക്കൻ സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ് ഇതുപോലെ ഒന്ന് ഒത്തുകൂടാനൊക്കെ. അങ്ങനെ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മായി ദോശ കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ മക്കളൊക്കെ നല്ല കളിയിലായിരുന്നു. കുറച്ച് ദിവസത്തിന് പോയത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും ഒന്നും നാട്ടിൽ പോയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാമിലിയും റിലേറ്റീവ്സ് എല്ലാവരെയും മീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറച്ച് ടൈം ആയതുകൊണ്ട് അതൊന്നും കഴിഞ്ഞിട്ടില്ല. അടുത്തുള്ള കുറച്ച് പേരെയാണ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇടയ്ക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ മീറ്റപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ. പക്ഷെ എപ്പോഴും അങ്ങനെ നടക്കാറില്ല. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചു പോവായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ അമ്മായിസ് മാത്രമായിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. നമ്മൾ ശരിക്കും തലേന്ന് രാത്രിയാണ് ഇതൊക്കെ ഫിക്സ് ചെയ്തത്. പിന്നെ എവിടെയാണ് മീറ്റ് ചെയ്യാന്നുള്ളത് ഒരു കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ അടുത്തുള്ള ഷമീനമ്മായി എന്ന് പറഞ്ഞ അമ്മായിയുണ്ട്. അവരുടെ വീട്ടിലാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ടായത്. അമ്മായിൻ്റെ സ്പെഷ്യൽ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 4 പേരും ഒരുമിച്ച് പോയി. പിന്നെ 2-3 ആൾക്കാർ പിന്നെ വരിക ചെയ്ത്. ആ ഒരു സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് കുറച്ച് ടൈമാണ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു ഡേ. എന്നും മെമ്മറിയിൽ ഉണ്ടാകുന്ന ഒരു ഡേ തന്നെയായിരുന്നു. ഈ ഒരു ടൈം ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഷമീനമ്മായിക്ക്. അമ്മായിൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നത്തെ ദിവസം ഉച്ചക്കായിരുന്നു നമ്മൾ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചിന് മന്തിയായിരുന്നു, ഓർഡർ ചെയ്തതായിരുന്നു. ഇങ്ങനൊരു മീറ്റപ്പ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് അമ്മായിസിനെ എല്ലാവരെയും കാണാൻ പറ്റി. ഇതിൽ കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. നമ്മൾ അടുത്തുള്ളവർ മാത്രമായിരുന്നു അന്നത്തെ ദിവസം ഒത്തുകൂടിയത്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മായിൻ്റെ സ്പെഷ്യൽ പുഡിംഗ് ഉണ്ടായിരുന്നു, ഷമീനമ്മായിൻ്റെ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു കേക്കും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടി കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അന്നത്തെ ദിവസം എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരാണ് കേക്കിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായ സുന്ദരികൾ. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. ടെൻഡർ കോക്കനട്ടാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്ന് ഒരു ഒപ്പനയൊക്കെ കളിച്ചിട്ടാണ് പിന്നെ പിരിഞ്ഞത്.
പിന്നെ ഞാൻ പോയത് ഹസ്ബൻഡിൻ്റെ മരോള വീട്ടിലേക്കാണ്. അവളെ ഹൗസ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റാണ് വീട് കാണുന്നത്. സർപ്രൈസ് ആയിട്ട് പോകാൻ വേണ്ടി വിചാരിച്ചതാണ്. അന്നത്തെ ദിവസം അവളുടെ അടുത്ത് വിളിച്ച് പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ വേറൊരു സിസ്റ്ററിലോ വിളിച്ച് പറഞ്ഞ് അതങ്ങനെ ഫ്ലോപ്പായി. അങ്ങനെ അവളെ അടിപൊളി ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ക്ലിപ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ലഞ്ച് ഉണ്ടാക്കിയ ഒരു ക്ലിപ്സാണ്. ഞാനിതിൽ ഫസ്റ്റ് കാണിച്ച അമ്മായിൻ്റെ വീട്ടിൽ നിന്നാണ് പപ്പായും അതുപോലെ വഴുതനങ്ങയൊക്കെ അമ്മായി തന്നതാണ്. അതുപോലെ കറിവേപ്പില പങ്ങളും പച്ചമുളക് മരോളും തന്നതാണ്. ഈ പച്ചമുളക് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ തന്നെ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അത് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ കട്ടൻ ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ചിൻ്റെ പണി തുടങ്ങിയത്. ലഞ്ച് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്ത് കറി വെക്കുന്നുണ്ട്. ഞാനൊരു പകുതി പപ്പായാണ് എടുത്തത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് വേവിച്ച് വെച്ച പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് കർമൂസ് എന്നാണ് പറയൽ. നിങ്ങളെന്താ പറയലെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം. ലാസ്റ്റ് ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ തോരനാണ്. അതിനു വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ, തേങ്ങ, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ പീസ് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ ലൂസായി പോകണ്ട ഈ ഒരു മിക്സ്. ഇനി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രൈ ആക്കിയെടുക്കാം. വഴുതനങ്ങയും അതുപോലെ പപ്പായൊക്കെ അമ്മായിൻ്റെ വീട്ടിലുണ്ടായതാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിലോൻ്റെ വൈഫാണ്. ഷബ്നമ്മായി എന്നാണ് പേര്. അമ്മായിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു വീഡിയോ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ വഴുതനങ്ങ ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വീട്ടിലുണ്ടായ പച്ചക്കറി വെച്ച് ഫുഡാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. ബീഫ് വേവിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായ. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് പിന്നെ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. അങ്ങനെ അന്നുണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞു ലഞ്ചാണ്. എല്ലാതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. കർമൂസ കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നാട്ടിലത്തെ പപ്പായ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കാറ്. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടാക്കിയ സിമ്പിൾ ലഞ്ചാണിത്. ഇതേപോലെയുള്ള നാടൻ സ്റ്റൈലുള്ള ലഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.